ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഒരു രാമു എന്ന് പറയുന്ന ഒരു കുഞ്ഞു പയ്യൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പയ്യനാണെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി താല്പര്യമുള്ളൊരു കുഞ്ഞായിരുന്നു ഈ രാമു എന്ന് പറയുന്ന ഒരു കൊച്ച്. അപ്പോൾ ഒരു ദിവസം ഇവൻ്റെ അറിവിൽ കിട്ടി ഒരിടത്ത് ഒരു കൺവെൻഷൻ നടപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ കടന്നു വരികയായിരുന്നു. അപ്പോൾ ഈ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് കഴിഞ്ഞതിൻ്റെ അപ്പുറത്താണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ ഈ പയ്യൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചു. അങ്ങനെ ആ ഫോറസ്റ്റ് കടന്നു അപ്പുറ സൈഡ് പോയി അവിടെയുള്ള കൺവെൻഷനെല്ലാം അവൻ പങ്കെടുത്തു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ അവ രാത്രി തന്നെ അവിടെ നിന്ന് കടന്ന് തിരിച്ച് നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു നടുക്കാടിൻ്റെ സെൻറ്റർ തന്നെ പറയാം. അവിടെ എത്തിയപ്പോൾ അവന് നല്ലൊരു ഉറക്കം വന്നു. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ, അവൻ നേരെ ആ ഒരു മരത്തിൻ്റെ മൂട്ടി കിടന്ന് തന്നെ അവൻ ഉറങ്ങിയപ്പോൾ അറിഞ്ഞില്ല ഇതിൻ്റെ മുകളിൽ ഒരു കഴുകൻ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഉറങ്ങി കിടന്നപ്പോഴത്തേക്ക് ഒരു പാമ്പ് നേരെ വന്ന് ഈ മരത്തിലൂടെ കയറാൻ വേണ്ടിയിട്ട് മരത്തിൽ കയറിയായിരുന്നു. അപ്പോൾ ഇതാര് കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ രാമു ഇത് കണ്ടു. അവ ഉടനെ തന്നെ ഒരു കമ്പെടുത്തു ഈ പാമ്പിനെ അങ്ങ് അടിച്ചു കൊന്നു. അപ്പോൾ ഇത് മുകളിലിരിക്കുന്ന കുറച്ച് കഴുകന്മാർ കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ തള്ള കഴുക് കുറേ ഭക്ഷണങ്ങളുമായിട്ട് നേരെ ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പറന്നു വന്നത്. അപ്പോൾ ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് താഴെ നോക്കുമ്പോഴത്തേക്ക് ഒരാൾ മൂട്ടിക്കിടപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഈ തള്ള കഴുകിന് ഒരു ഭയം വന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നാവുന്ന വേടനാണെന്ന് വിചാരിച്ച് ആ രാമുവിനെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ കഴുകൻ ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മേ ഒന്നും ചെയ്യല്ലേ. വലിയൊരു പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാമ്പിനെ താഴെ പയ്യനാണ് അടിച്ചു കൊന്നത്. നമ്മളെ രക്ഷിച്ചു. അതുകൊണ്ട് അമ്മ അവനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഴുകൻ തന്നെ ഒരു മനസാക്ഷി തോന്നിയിട്ട് കഴുകൻ നേരെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് വലിയൊരു മഴ വന്നു. അപ്പോൾ ഈ മഴ വന്നപ്പോഴത്തേക്ക് ഈ കഴുകൻ നേരെ തന്നെ പറന്ന് താഴോട്ട് വന്നിട്ട് അവൻ്റെ ചിറകുകൾ വിരിച്ചിട്ട് ഈ രാമുവിനെ കവർ ചെയ്തു. അവൻ മഴ കൊള്ളാതെ തന്നെ അവൻ സൂക്ഷിച്ചു. ഇതേപോലെയാണ് നമ്മൾ ദൈവമക്കളെ, നമ്മൾ ഓരോരോ ഘട്ടങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തെ അറിഞ്ഞാണ് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രതിസന്ധി വന്നാൽ പോലും ദൈവത്തിൻ്റെ ചിറക്